എന്നെ വിളിച്ചിട്ട് ഇതാട്ടോ അതാ കണ്ടോ അതാ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഭിമാനമായിട്ടുള്ളൊരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അവരുടെ മുഖത്ത് എൻ്റെ ഓഫീസേഴ്സിൻ്റെ മുഖത്തും കാണുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. അടി കൂറ്റൻ അടി നടക്കുക, വൻ സമര പരിപാടിയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് കേൾക്കുമ്പോൾ വൈബ്രേഷൻ ഇങ്ങനെ പോക്കറ്റ് കിടന്ന് അടിക്കുക. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇത് കിടന്ന് ഞാൻ നോക്കുമ്പോൾ ഹിന്ദി നമ്പർ പൂനെ മഹാരാഷ്ട്ര എന്നൊക്കെ കാണിക്കുക. ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഏത് ഹിന്ദിക്കാരെ വിളിക്കും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്ത വണ്ടി കിട്ടിയില്ല. ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നത് ഒരു KSRTCയുടെ ഒരു വണ്ടിയിൽ പോവാം. അപ്പോൾ ഇത് എരുമേലി ഭാഗത്തൂടെ കാട്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ പതിയെ പേര് മഴ ഇട്ട് ചേട്ടാ എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത്. അപ്പോഴും പുള്ളി പറഞ്ഞു, അയ്യോ ജിവിൻ്റെ ഷൂട്ട് മാറി കേട്ടോ. എന്നോട് ചോദിച്ചു, ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് അത് ചെയ്തത്, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, ഡയറക്ടർ ഇയാളുടെ ഒരു അവസ്ഥ ഇതാണെന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പലവട്ടം കണ്ടിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ ഷിപ്പിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ വന്ന് ബോട്ടുകളും വള്ളങ്ങളും പെട്ടുപോകുമ്പോൾ അവരുടെ വെപ്രാളവും അവരുടെ ആ നിസ്സഹായാവസ്ഥയും ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. എനിക്കത് അതുപോലെ ഫീൽ ചെയ്തു. ഡയറക്ടറെ കണ്ടപ്പോഴാണ് പറയുന്നത്, ഇവർ ഏകദേശം ഒരു 2.5 ലക്ഷം പിക്സ് അവർ നോക്കി. പിക്സ് നോക്കിയിട്ട് ഇവർക്കൊരു സാധനം ഒരാളെ വേണം. അങ്ങനെ 2 പേര് ഫൈനൽ റൗണ്ടിൽ വന്നു. ഞാനും തമിഴ്നാട്ടിലുള്ള ഒരാളുമാണേ. പിന്നീട് മൂവി ഇൻഡസ്ട്രിയിലോട്ട് ചേട്ടൻ സജീവമാവുമ്പോഴത്തേനും ലീവ് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. അത് ഏത് വർഷമായിരുന്നു ശരിക്കും? 2023 ഞാൻ ലീവ് എടുക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് ഞാൻ ലീവിലേക്ക് കയറുന്നത്. കാര്യം ആ സമയമായപ്പോഴത്തേക്കും സജീവമായി തുടങ്ങി. അത്യാവശ്യം എനിക്കൊരു കോൺഫിഡൻസായി. എനിക്ക് മലയാള സിനിമയിലെ മീൻസ് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലേക്ക് എനിക്ക് കിട്ടിയ സമയത്താണ് ഞാൻ ലീവ് എടുത്തത്. അതുവരെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സഹായിച്ചുള്ള പരിപാടികൾ തന്നെയാണ്. കാര്യം ഞാൻ അതിനു മുന്നേ ജില്ലാ ക്രൈം ബ്രാഞ്ചിലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരു ACP ഉണ്ട്, സന്തോഷ് സാറ്, പിന്നെ സുൽഫിക്കർ സാറ്, അങ്ങനെ കുറേ ACPമാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെയൊക്കെയാണ് ഞാൻ ജോലി ചെയ്തത്. ഇപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ കേസുകളും കാര്യങ്ങളൊക്കെ സിനിമാ സംബന്ധമായിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് കേസ് എഴുതുന്നതൊക്കെ. അപ്പോൾ അവിടെ എനിക്ക് ഇവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവരുടെയൊക്കെ തന്നെ പേഴ്സണൽ സിനിമാ ബന്ധങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യം അത്യാവശ്യം ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ 2018 എന്ന് പറയുന്ന മൂവി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ കുറേ ആൾക്കാർ അതിനിടയ്ക്ക് ഒരു നല്ലൊരു പരസ്യം, ഒരു പാൻ ഇന്ത്യൻ പരസ്യം ചെയ്യാൻ പറ്റി. ഫോൺ പേയുടെ പരസ്യം ഞാൻ അവിടെ ചെയ്തു. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുമ്പം ചെയ്തതാണ്. അപ്പം എൻ്റെ തന്നെ ഓഫീസേഴ്സ് കണ്ടിട്ട് TV-യിലൊക്കെ ഫുൾ ടൈം നിറഞ്ഞിരുന്നത് ഭയങ്കര ഹിറ്റായ പരസ്യമായിരുന്നു. അതെ DQ സമന്തയായിരുന്നു. അപ്പോൾ അവർ പറയും, എൻ്റെ പോലീസുകാരനാട്ടോ അത് കണ്ടോ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഓഫീസിൽ TV വെച്ചേക്കുമ്പോൾ തന്നെ ഇത് ആരെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴേക്കും വരുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഞാനിങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇതാട്ടോ അതാ കണ്ടോ അതാ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഭിമാനമായിട്ടുള്ളൊരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അവരുടെ മുഖത്ത് എൻ്റെ ഓഫീസേഴ്സിൻ്റെ മുഖത്തും കാണുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. കാര്യം എന്നെ അംഗീകരിക്കുന്നുണ്ട്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് അവിടെയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അതിലും ഈ പറഞ്ഞ അത് വളരെ വളരെ ഭാഗ്യത്തോടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അവർ അതിൻ്റെ ഒരു റൂട്ട് പറഞ്ഞുതരാം. ഫോൺ പേ എന്നെ റീച്ച് തന്നൊരു പരസ്യമാണല്ലോ. അപ്പോൾ അതിലേക്ക് വന്നതും ഇതുപോലെയാണ്. വളരെ ഇതിൻ്റെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഓഡിഷൻ. ഞാനന്ന് കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുകയാണേ. ഒരു ദിവസം ഈ കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട്, രാകേന്ദ് പൈ. രാകേന്ദിൻ്റെ. അപ്പോൾ ഇവന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ അല്ല, ഇതിൻ്റെ ഒരു സംഭവം അയച്ചു തന്നു, ഇങ്ങനൊരു പരസ്യമുണ്ട്. അപ്പോൾ ഞാനെടുത്ത് നോക്കുമ്പോൾ ഇതിൽ മെയിൻ ആർട്ടിസ്റ്റുകളെന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ, സമന്ത. ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ നമുക്ക് ഓക്കെ ഫോൺ പേയുടെ പരസ്യം ഓക്കെ ശരി അത് വിട്ടു. അപ്പോൾ കുറേ ദിവസമായപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാഗേന്ദ്രൻ്റെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അതിൻ്റെ ആ വീഡിയോ ഒന്ന് അയച്ചു തരുമോ. ഇത് അയച്ചു തരുമെന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ എന്തോ ഒരു ഇഷ്യൂവിൽ സെക്രട്ടേറിയറ്റ് വൻ കലിപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ്, എടേ ഇത് ഒരു മര്യാദ വേണ്ടേ, നമ്മളിത് കിട്ടുമെന്ന് എന്തെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അയച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അതല്ല ചേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അയച്ചപ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോട്ടോ നല്ല വർക്കായിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, പുള്ളിയുടെ വീഡിയോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ബ്രേക്കിന് ഞാൻ നേരെ നിന്നിട്ട്
അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തു പടയെന്ന് പറഞ്ഞു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ അയക്കില്ല. അപ്പോൾ ഇത് കണ്ട ഉടനെ അവിടെ നിന്ന് റിപ്ലൈ വന്നു, ഇത്രയും താല്പര്യമില്ലാതെ ഞങ്ങൾ അയച്ചു ഒരു മനുഷ്യൻ പോലും വീഡിയോ അയച്ചു തന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിത് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണല്ലോ, അപ്പോൾ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത സമയത്താണ്. അപ്പോൾ ഞാനങ്ങനെ വിട്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കൂറ്റൻ അടി നടക്കുക, വൻ സമര പരിപാടിയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് കേൾക്കുമ്പോൾ വൈബ്രേഷൻ ഇങ്ങനെ പോക്കറ്റ് കിടന്ന് അടിക്കുക. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇത് കിടന്ന് നോക്കുമ്പോൾ ഹിന്ദി നമ്പർ പൂനെ മഹാരാഷ്ട്ര എന്നൊക്കെ കാണിക്കുക. ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഏത് ഹിന്ദിക്കാരെ വിളിക്കാനാണ്, ആകെ മറ്റേ സ്പാം കോൾ വന്നാലായി, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഉള്ളത് കൂടെ വലിച്ചോടുള്ള പരിപാടിയാണല്ലോ എന്ന് എഴുതിയിട്ട് ഞാനിതെല്ലാം വെട്ടി വിടുക. അപ്പോൾ നോക്കുമ്പോൾ എന്നിട്ട് വൈകുന്നേരം ഞാൻ ചെന്നിട്ട് ഒരു വീട്ടിൽ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കാശ്മീർ പെർഫെക്റ്റിൽ നിന്ന് 15 കോൾ. ഞാൻ ഇതെന്തിനാ മാതിരി 15 കോൾ, പുതിയ ഏതെങ്കിലും പരിപാടി വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിലിരിക്കുക. പെട്ടെന്ന് തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു എന്താ അയച്ചാൽ പോരെ, ഞാൻ അയച്ചങ്ങോട്ട് വിടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ നിങ്ങളെ എത്ര തവണ വിളിക്കണം? ഞാൻ പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, അതെ നിങ്ങൾ മറ്റേ പരസ്യമില്ലേ അത് മറ്റേ ഫോൺ പേയുടെ അതിന് നിങ്ങൾ സെലക്റ്റായി. ഞാൻ പറഞ്ഞു പോയേ. ഞാൻ ഞാൻ ആരെങ്കിലും വിശ്വസിക്കുമോ? കാര്യം ഇവന്മാർ എന്നാ പറഞ്ഞു എന്ത് ഊളയായിട്ടാണ് ചേട്ടാ ചെയ്തു വെച്ചേക്കണത്, എന്ത് ഊള വീഡിയോ ആയിട്ടാണ് അയച്ചു തന്നെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ നിങ്ങൾ സെലക്ഷനായി. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ആ വീഡിയോ കണ്ടിട്ട് സെലക്ഷൻ ഇവന്മാർ എന്ത് കാണിച്ചെന്ന് ചോദിച്ച്. അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ദൈവമേ മറ്റേ ഹിന്ദി നമ്പറുകൾ മറ്റേ ഇത് കാണിച്ചുകൊണ്ടിരുന്നത് ഇവന്മാരായിരുന്നു. ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചു. അറിയാമെന്നുള്ള ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഞാനങ്ങ് തിരിച്ചിട്ട് സാർ മേരെ ഫോൺ പ്രോബ്ലം സാർ സാർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇത് കട്ടായി പോണത്, ഞാനിങ്ങനെ കുത്തി കട്ടാക്കിയതല്ലേ. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെയാണ് അവർ ഡയറക്ടറെ കണ്ടപ്പോഴാണ് പറയുന്നത് ഇവർ ഏകദേശം ഒരു 2.5 ലക്ഷം പിക്സ് അവർ നോക്കിയിട്ട് ഇവർക്കൊരു സാധനം ഒരാളെ വേണം. അങ്ങനെ 2 പേര് ഫൈനൽ റൗണ്ടിൽ വന്നു. ഞാനും തമിഴ്നാട്ടിലുള്ള ഒരാളുമാണ്. അപ്പോൾ പുള്ളി കുറേ പരസ്യങ്ങളിലൊക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ താരതമ്യേന ന്യൂ ഫേസാണ്, താരതമ്യേനല്ല ഇവരെന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഡയറക്ടർ പറഞ്ഞു എനിക്ക് ഇയാളെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇവരെടുത്ത് വെച്ച് നോക്കിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഓഡിഷൻ വീഡിയോ കണ്ടില്ല കേട്ടോ, പകരം കണ്ടത് ഞാൻ നോക്കുമ്പോൾ ഒരു കോവിഡിൻ്റെ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞേ അപ്പോൾ ഇവരെന്തെന്ന് പറയുമ്പോൾ എൻ്റെ ഈ വീഡിയോ കൊള്ളാത്തതുകൊണ്ട് അറ്റാച്ച് ചെയ്ത്, എൻ്റെ ഫോട്ടോ അവർക്ക് ഇഷ്ടമായിരുന്നില്ല, അറ്റാച്ച് ചെയ്തിട്ട വീഡിയോയാണ്. ഈ അറ്റാച്ച് ചെയ്ത് ഈ കോവിഡിൻ്റെ വീഡിയോ എടുത്തിട്ട് കൊടുത്തു. എൻ്റെ സമയദോഷത്തിന് പുള്ളി മറ്റേ വീഡിയോ ആദ്യം ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ പരസ്യത്തിലില്ല. പക്ഷേ ഇവർ തുറന്നത് പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായി, ആ കോവിഡിൻ്റെ ആ വീഡിയോ ആയിട്ട് ചെയ്തത്. എൻ്റെ ഓഡിഷൻ വീഡിയോ അവർ കണ്ടിട്ടില്ല. ഓഡിഷൻ വീഡിയോ ഇതിന് ശേഷം കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ ചവിട്ടി കളഞ്ഞേനെ. കാര്യം ആ കണ്ടൻറ്റ് വെച്ചാണല്ലോ ഞാനിവിടെ ഇത്രയും മോശമായിട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെയാണ് ഞാൻ ആ പരസ്യത്തിലേക്ക് വരുന്നത്. പക്ഷേ അത് ഭയങ്കര അനുഭവമായിരുന്നു. ഈ ബോളിവുഡ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അവരുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് അന്ന് സമന്ത, ദുൽഖർ, എനിക്ക് ഭയങ്കര എൻ്റെ ഭയങ്കര ഒരു ക്രഷാണ് അപ്പോൾ സമന്ത എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അവരിങ്ങനെ അടുത്തൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവർ വന്ന് എന്നോട് എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരാണെങ്കിൽ ഹിന്ദിയെ പറയുള്ളൂ, കച്ചിൽ പിച്ചിലാ ഹിന്ദി അടിച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പം എനിക്ക് ഹിന്ദിയിൽ കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഉറങ്ങിയെന്നാണ്, എനിക്ക് അമ്മാതിരി ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഇവർക്കത് കാര്യം മനസ്സിലായി. തമിഴ് ഓക്കെ, ഞാൻ പറഞ്ഞു തമിഴ് ഓക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടി കേട്ടോ ഒരു ഭയങ്കര സിമ്പിൾ, ഒരു ക്യൂട്ട്, ജെന്യൂൻ ആയിട്ടുള്ളൊരു ലേഡി. പക്ഷേ ദുൽഖറോട് വന്നപ്പോൾ ഓക്കെ, മലയാളം പറഞ്ഞ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ളത്. ഞാനവിടെ വെറുതെ ഇരുന്നിട്ട് അമ്മയൊക്കെ വിളിക്കുമായിരുന്നു, ഒരു കാര്യമില്ലാതെ. എനിക്ക് ആരെങ്കിലും വിളിക്കണ്ടേ മലയാളം പറയാനെന്ന് എഴുതിയിട്ട് കംപ്ലീറ്റ് ഹിന്ദിക്കാരാണ്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു, ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു ഈ ഫോൺ പേയിലൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് റീച്ച് ചെയ്തു. മലയാള സിനിമയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അവിടെയാണ്. പിന്നീട് ആ ഒരു കരിയർ ജേർണി ഒരു പീക്കിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ബാക്ക് ടു ബാക്ക് വർക്ക്സ്. അത് ചേട്ടൻ ആഗ്രഹിച്ച് കിട്ടിയപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ബാക്ക് ടു ബാക്ക് വർക്ക്സ് ആഗ്രഹിച്ച് കിട്ടി എന്ന് ഞാൻ പറയില്ല, ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിപ്പോൾ ഇങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ വരിക വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു പോലീസുകാരനായിട്ട് മാത്രം എന്നെ കരുതുന്നില്ല സിനിമാക്കാരെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു ക്യാരക്ടർ കൊടുത്താൽ പുള്ളി ചെയ്യും. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ പലരും ഞാൻ പോലീസുകാരനാണെന്നുള്ളത് മറന്നേ പോയിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ക്യാരക്ടറല്ലേ പുള്ളി ചെയ്യും, പുള്ളി പോലീസുകാരനായതുകൊണ്ട് അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യം അതെനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ചെയ്യും. കാര്യം അതിനപ്പുറത്തേക്കൊരു സാധനം ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ.
പോലീസ് ക്യാരക്ടറേ ഈസി ഒന്നുമില്ല കേട്ടോ. ഒരു ഒറിജിനൽ പോലീസുകാരന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം സിനിമയിൽ പോലീസുകാരനായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്. കാര്യം ഒരിക്കലും ഈസി അല്ല അത്. നമ്മളൊരു റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പരിമിതികളുണ്ടാവും. നമുക്ക് അതുപോലെ കാണിക്കാൻ പറ്റില്ല. ഒരു ആക്ടറായിട്ട് മാത്രമേ ഒരു പോലീസുകാരനായിട്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബാക്ക് ടു ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അത്യാഗ്രഹത്തോടെയും ആക്രാന്തത്തോടെയുള്ള ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു പലതും എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ആയിരിക്കണം, ഇവനെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കണം കുറേ വേഷങ്ങളെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഞാൻ ഇപ്പം അപ്രോച്ച് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഇന്നൊരാളിനെ വിളിക്കുന്നു, ഞാൻ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്ന തരത്തിലേക്കൊന്നും മലയാള സിനിമയിൽ ഞാൻ ആയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഇപ്പോൾ ആ ക്യാരക്ടർ ജിബിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഞാൻ ചോദിക്കണം, വാങ്ങിക്കണം, അതാണ് എൻ്റെ കണ്ടീഷൻ. അതിനിപ്പോൾ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ഒരു പടം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ ഓരോരുത്തരെ വിളിക്കാറുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ, ഒരു പരിചയമില്ലാത്തവരെ ഞാനിങ്ങനെ ഇതാണ് എൻ്റെ പ്രൊഫൈലൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് സംസാരിച്ച് വെച്ചിട്ട് ഞാനിത് നോട്ട് ചെയ്യും, ഇത് ഏത് ഡേറ്റിലാണ് ഞാൻ വിളിച്ചതെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിതമായ ഒരു കാലയളവിൽ നമ്മളൊരു ഗ്യാപ്പ് ഇടണമല്ലോ. ഡെയിലി വിളിച്ചിട്ടുണ്ടെന്ന് ആർക്കായാലും ഒരു ശല്യമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 2 മാസത്തേക്ക് വിളിക്കില്ല. അപ്പോൾ ആദ്യം പലരെയും പരിചയപ്പെട്ടിട്ട്, ഇപ്പോഴല്ല കേട്ടോ, വളരെ നേരത്തെ എന്നും കണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നവരാ. അപ്പോൾ ഇത് നമ്പറൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ച അവസരം പറഞ്ഞു, നീ നമ്പറതാ എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഫോട്ടോയും എടുത്തപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയട്ടാ, എൻ്റെ കോളാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി, നിങ്ങൾ എടുക്കാതിരിക്കാനുള്ള പരിപാടിയല്ല ഈ ഫോട്ടോ എടുക്കൽ. ഇപ്പോൾ ഇവരേ പേരുള്ളവരതേ ഏത് ജിബിനാണെന്നറിയാതെ ചിലപ്പോൾ എടുത്തില്ലെങ്കിലും ഒന്ന് എഴുതിയിട്ട് സത്യം പക്ഷെ പലരും അങ്ങനെ എടുക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിയിട്ട് അത് അവരെ തെറ്റല്ല. ഇവന് ഞാൻ എന്ത് കൊടുക്കും, ഇവൻ വിളിച്ചു കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നുള്ളതൊക്കെ അതുകൊണ്ടൊക്കെ ആവാം. എന്തായാലും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. കരിയറിൽ അപ്പോൾ പോലീസ് റോൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ 2018 എന്ന് പറയുന്നൊരു മൂവി വരികയാണ്, യുവർ ബ്രേക്ക്, ബിഗ്ഗസ്റ്റ് ബ്രേക്ക്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതിൽ ഞാൻ അതിലേക്ക് സത്യം പറഞ്ഞാൽ ആ പടത്തിലേക്ക് എത്താൻ കാരണക്കാരൻ ബേസിൽ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന പടത്തിൽ ഞാനൊരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ റൈറ്റർ അരുൺ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ബേസിൽ എന്നെ അല്ലാതെ പരിചയമില്ല. അപ്പോൾ ഞാൻ ആ പടത്തിലേക്ക് എത്തി. അപ്പോൾ അതിനുശേഷം ബേസിലോട്ടൊക്കെ നല്ല അടുപ്പമായി. അപ്പോൾ ഞാനും രാജേഷ് മാധവനോട് മെയിൻ 2 പോലീസുകാർ ബൈജു ചേട്ടൻ്റെ കൂടെയല്ല. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ മൈസൂർ ഭാഗത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ, ഇപ്പോൾ രാത്രിയാണല്ലോ ഷൂട്ട്, ആ ക്ലൈമാക്സ് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഷോട്ടിൽ നല്ല ടൈം എടുക്കും. ഈ സമയത്ത് ജൂഡ് ആൻ്റണി സാറ് അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പം ജിംചേട്ടാ അത് ഇതാണൊക്കെ പറഞ്ഞ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2018 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിനിമയുടെ സംവിധാനം അദ്ദേഹമാണല്ലോ. അപ്പോൾ മലയാളത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയ ചിത്രങ്ങളിലെ നല്ലൊരു സിനിമയാണല്ലോ അത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് വേറൊരു ഫോമായിരുന്നു ആദ്യം. ഈ നമ്മളിപ്പോൾ കാണുന്ന സിനിമ ആയിരുന്നില്ല. അതിനെ ഇത്രയും വലുതാവാത്ത വേറൊരു ഇടയ്ക്ക് ബ്രേക്കായി നിൽക്കുന്ന ടൈമിലാണ് ഈ മിന്നൽ മുരളിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ജൂഡ് സാറേ വിളിക്കണേ. അപ്പോൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പടം വീണ്ടും ഷൂട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എനിക്ക് ജൂഡ് സാറ് മെസ്സേജ് ചെയ്യണം, ജൂചേട്ടാ കൺട്രോളർ ഇത് വിളിക്കും കേട്ടോ, ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷമായി, പുള്ളിയുടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ദയവ് എല്ലാം ആയി. ഞാനിവിടുന്ന് എനിക്ക് ഡേറ്റൊക്കെ തന്നു, ഞാനിവിടുന്ന് പോയി പെരുമഴ. അന്ന് നമ്മുടെ ഫോൺ പേയുടെ പരസ്യം തകർക്കണ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ കണക്ഷൻ ഉണ്ടല്ലോ, കൊള്ളാം. അപ്പോൾ എനിക്കൊരു അതിൽ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു പോലീസ് വേഷമാണ്. ഇങ്ങനെ പറഞ്ഞു അതിനോട് എന്തോ ഒരു SI അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഒരു 6 ദിവസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ എനിക്കിവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്ത വണ്ടി കിട്ടിയില്ല. ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നത് ഒരു KSRTCയുടെ ഒരു വണ്ടിയിൽ പോവാം. അപ്പോൾ ഇത് എരുമേലി ഭാഗത്തൂടെ കാട്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ പതിയെ പേര് മഴ. അപ്പോൾ ഞാനിവിടെ ഒരു എരുമേലി ഭാഗത്തൊരു ഉള്ളിൽ ഒരു ടീ ഷോപ്പിൽ രാത്രി വണ്ടി നിർത്തി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ.
ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ് ആട്ടോ അത്. ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ പേയുടെ പരസ്യം വരുന്നേ. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇവർക്കാർക്കും നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഞാൻ എൻ്റെ കൂട്ടത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഇത് വരുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ അപ്പോഴെനിക്ക് ആ പരസ്യത്തിൻ്റെ റീച്ച് മനസ്സിലായത്. കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ പരസ്യം വന്നതും കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു നിമിഷം അത് എന്നെ കണ്ടിട്ടൊന്നുമല്ല, ദുൽഖർ സൗന്ദര്യൊക്കെയാണല്ലോ. മീൻസ് അതിൻ്റെ ഒരു രസകരമായൊരു ഭയങ്കര പിക്ചറൈസേഷനാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു നിമിഷം അതുവരെ എന്തെല്ലാം പരിപാടികളാണെന്ന് ആരും നോക്കിയിട്ട് പോലും ഇല്ല. ഇത് വന്നപ്പോഴത്തേക്ക് ഒന്ന് കണ്ട് ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും വന്നിരുന്ന് കഴിക്കുമ്പോൾ അപ്പോഴെനിക്ക് സത്യം പറയാൻ എനിക്കൊരു ഭയങ്കര ഒരു മൊമെൻ്റായിരുന്നു. അങ്ങനെ ഒരു ഏരിയയിൽ സ്ഥലത്ത് ആ സമയത്ത് കണ്ട പരസ്യം കണ്ട് അത് മാത്രം ആൾക്കാർ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞ് കണ്ട് ചിരിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിക്കണുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നിറവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി ഞാൻ നോക്കുമ്പോൾ എനിക്ക് താമസിക്കാനുള്ള സ്ഥലത്തെപ്പറ്റിയോ ഒന്നും എനിക്ക് അപ്ഡേഷൻ തരുന്നില്ല. അങ്ങനെ രാത്രി ഞാൻ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അതിനകത്തുള്ളൊരു ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടാ എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത്? അപ്പോഴും പുള്ളി പറഞ്ഞു, അയ്യോ ജിവിൻ്റെ ഷൂട്ട് മാറി കേട്ടോ, നാളെ ഷൂട്ടില്ല. അപ്പം ഞാൻ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുക, എനിക്ക് സ്ഥലം അറിയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനവിടെ വന്നിട്ട്. അപ്പോൾ പറഞ്ഞു, ഇല്ല ജിവിന് നാളെ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും വിഷമമായിട്ട് ഞാൻ പറഞ്ഞു, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വരണ്ടല്ലോ ഈ മഴയത്ത്. ഞാൻ ഇറങ്ങി അവിടെ ഇറങ്ങി ഒരു കടയുടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുക, ഒരു മനുഷ്യനില്ല, പെരുമഴ, പാതിരാത്രി 1 മണിയോ 1:30 മണിയൊക്കെ ആയി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടിയില്ല, വളരെ വിജനമായിട്ടുള്ളൊരു സമയമാണ്, സ്ഥലവും. കുറേ നേരം കഴിഞ്ഞപ്പോൾ 2 വീലർ വന്നു. അപ്പോൾ അയാളെ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. കോട്ടയത്തേക്ക് പോകുന്ന വണ്ടിയിൽ പുള്ളിയുടെ മോളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ശരി എന്നാൽ ഇനിയിപ്പോൾ കോട്ടയത്ത് പോയി ഇറങ്ങാം. അവിടെ നിന്നിട്ട് നനയാണ്, കാര്യം ഷെയ്ഡ് പോലും ഇല്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറി കോട്ടയം ഇറങ്ങി. പിന്നെ ഞാൻ എറണാകുളം പോയി. എനിക്ക് വീട്ടിൽ വരാൻ തോന്നിയില്ല. ഒരു ദിവസം കൊച്ചിയിലൊക്കെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ഞാൻ വിളിച്ചില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജൂഡ് സാറിനെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ വന്നിരുന്നു, പക്ഷേ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഷൂട്ട് നാളെ അന്ന് എനിക്കില്ല എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു, അല്ല ചോദിച്ചേട്ടാ വിളിക്കും, ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം, പക്ഷേ അവർ വിട്ടുപോയാൽ സോറി, വേറെ ക്യാരക്ടറാണ്, നിങ്ങൾ പോലീസ് ചെയ്യേണ്ടതെന്ന് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. വേറെ ഉണ്ട് പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വിളി വരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, കൊല്ലത്ത് 10 ദിവസത്തെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 10 ദിവസം എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു 28-30 ദിവസത്തോളം പിന്നെ ഷൂട്ട് പോയി പലയിടത്തായിട്ട്. ഈ ക്യാരക്ടർ പുള്ളി ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകുക. ഞാൻ അങ്ങനെയാണ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ഞാൻ എത്തുന്നത്. അത് എനിക്ക് ഏറ്റവും സന്തോഷമായത് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഒരേ ഒരു ത്രില്ലിങ് മൊമെൻറ്റിലെ മെയിൻ ആൾ ഞാനാണ്. ആ കിടന്ന് വിളിക്കുന്നതും വള്ളത്തിലെ അതൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ജൂഡ് സാറിൻ്റെ വിശ്വാസമാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് വരുന്നത്. അത് എനിക്ക് മനസ്സിലായില്ല ഞാനാണത് ചെയ്യാനുള്ളതെന്ന്. ആ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ അറിയുന്നത്. എന്നോട് പറഞ്ഞത് ഒരു ഫുൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടേ ആ സീൻ, ഒരു ബോർഡിൽ ഫുൾ വരച്ച് ഓരോ ഷോട്ടും വരച്ച് ഒരു 10-70 പിക്കുണ്ട് അതിൽ. അപ്പോൾ എന്നോട് ജൂഡ് സാർ ചോദിച്ചിട്ട് അത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുക. അവർ ഇതിൽ ആ തലയിൽ കെട്ടിയ അതാരാന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ആരാ? ചോദിച്ചാൽ ചെയ്യാനുള്ളത്. ഞാനോ എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞു അല്ല അതെ അറിയാം, കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് പുള്ളി എന്നെ ചെയ്യിച്ചു. പക്ഷേ പുള്ളിക്കത് ഭയങ്കര വർക്കായി എന്നുള്ളത് ഷൂട്ട് കഴിയുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പുള്ളി, കാര്യം അത് അത്രയും ക്രൂഷ്യലായിരുന്നു. ആ മൊമെൻറ്റും ആ സീനും അത് ഭയങ്കര വർക്കായി. അത് ആൾക്കാരൊക്കെ ഫസ്റ്റ് ഡേ കണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ആ സീലിംഗ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അന്തം വിട്ടിരിക്കണ കാണുമ്പോൾ, കാര്യം അവിടെയാണ് ലാൽ സാറിൻ്റെയും നരേൻ്റെയും എൻട്രി. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാര്യം അത് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അത് സീൻ എങ്ങനെ, അതൊരു ജസ്റ്റ് ഒരു ട്രയലൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് തന്നാൽ മതി, കട്ട് പോകുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി വലിയൊരു കുളത്തിനകത്ത് ഒരു ടാങ്കാണ്, വലിയൊരു ടാങ്കാണ്. അപ്പം പുള്ളി വെള്ളത്തിൽ വരണം, കാര്യം പറയണമെങ്കിൽ മൈക്കിലിരുന്ന് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല, അമ്മാതിരി ദൂരെയാണ്. അപ്പോൾ വാട്ടർ ടാങ്കുകളൊക്കെ തിരയടത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് 8-10 ദിവസം എടുത്തു അത് തീരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തന്നെ കെട്ടിപ്പിടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കോറൈറ്റർ അഖിൽ പി ധർമ്മജനുണ്ട്, റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ എഴുതിയ, ഇപ്പം യുവ കേന്ദ്ര സാഹിത്യ അക്കാദമി അവിടെ കിട്ടി.
അപ്പോൾ എന്നോട് അദ്ദേഹം ഈ അഖിലും കൂടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു നിങ്ങളത് ചെയ്യുമ്പോൾ. പിന്നെ യൂണിറ്റിലുള്ള ചേട്ടന്മാരൊക്കെ നമ്മൾ അതുവരെ കണ്ടതുമല്ലോ, പിന്നെ നമ്മൾ ആ ഒരു അന്ന് അവിടെ ലൈവ് ചെയ്തിട്ട് ഇവരൊക്കെ ഫുൾ ഉറക്കമൊഴിഞ്ഞ് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ നിലവിളിയും ബഹളം ലൈവായിട്ട് കിടന്ന് വിളിക്കുകയാണല്ലോ, അവിടെ സൗണ്ട് ഇല്ലാതെ പറ്റില്ല. നമ്മളെ മുഖത്ത് ആ സാധനം വരണമെന്നുണ്ടെങ്കിൽ ആ പേടിയും ആ നിസ്സഹായാവസ്ഥയൊക്കെ വരണമെങ്കിൽ നമ്മൾ അമ്മാതിരി അങ്ങ് ചെയ്യണം. അത് ചെയ്തപ്പോഴത്തേക്കും വെളിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഫീലാകും കേട്ടോ. നിങ്ങളുടെ വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു. കാര്യം അവരൊക്കെ നമ്മളെ അംഗീകരിച്ച് ആ ചെയ്യുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ തിയേറ്ററിൽ കണ്ട എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറാണ് എന്നെ വേറൊരു തരം ഇമാതിരിയുള്ള ക്യാരക്ടേഴ്സിനും നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്നൊരു ആക്ടറാണെന്നുള്ള നിലയ്ക്ക് പലരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ജൂഡ് സാറ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും കോൺഫിഡൻസും തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്ന ആ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസാണ്, എൻ്റേതല്ല. എനിക്കറിയില്ല നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ധാരണ നമുക്കില്ലല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ചേട്ടൻ അറിയുന്നത്? അല്ല, ആ സീൻ ഞാൻ വളരെ അന്നാണ് അറിയുന്നത്. ആ മൊമെൻറ്റിലായി അറിയുന്നത് ഞാനാ ചെയ്യേണ്ടത്. കാര്യം ആ ക്യാരക്ടറിൽ ഞാൻ വരാൻ ആക്ച്വലി അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു ആക്ടർ ചെയ്യേണ്ടിയിരുന്ന സാധനമായിരുന്നു. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ പടത്തിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ അവിടെ വെച്ച് പ്ലേസ് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഈ സീൻ പരാജയപ്പെട്ടാൽ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം പരാജയപ്പെട്ടു. പുള്ളിക്ക് വേറെ ഓപ്ഷനും ഇല്ല അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യമാണ്, ജൂഡ് സാറിൻ്റെ ഒറ്റ ധൈര്യമാണ് 2012 എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സീനും എന്നെ വെച്ച് ചെയ്യാനുള്ളൊരു ആ ഒരു തീരുമാനവും അദ്ദേഹത്തിൻ്റെ മാത്രമാണ്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തെ നമ്മളങ്ങനെ കാണുന്നത് അദ്ദേഹത്തെ. ചേട്ടനിപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ക്യാരക്ടർ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇനീഷ്യൽ ഡ്രൈവ് എന്തായിരുന്നു? ഒന്നുമില്ല, അത് അദ്ദേഹം ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ ജൂഡ് സാറിനോട് ചോദിച്ചത്, അല്ലെങ്കിൽ ഞാനിത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ജിബി ചേട്ടൻ ചെയ്യും, എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ്. ഞാനും പറഞ്ഞത്രേ ഉള്ളൂ. ജൂഡ് സാറ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പാണ്. എപ്പോഴും ഒരു ഡയറക്ടർ നമ്മളെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം തന്ന മറുപടിയാണ് എന്നെ കോൺഫിഡൻ്റ് ആക്കിയത്. അതുവരെ എനിക്കറിയില്ല. എന്നെ ആ പടം കാണുമ്പോഴും അതൊക്കെ നോക്ക് അതെന്താണെന്ന് പറയുമ്പോഴും ഞാനറിയുന്നില്ല ഇത് ഞാനാണിത് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, ജിബി ചേട്ടന് പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പടത്തിൻ്റെ ഡയറക്ടറാണ് എനിക്ക് പറ്റുന്നത്, പിന്നെ എനിക്ക് പറ്റാത്തെന്താ? അദ്ദേഹമല്ലേ എടുക്കുന്നത്, അത്രേ ഉള്ളൂ. ചേട്ടൻ അപ്പോൾ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഒരു റോള് വരുമ്പോൾ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാറില്ല. കാര്യം ഈ സിനിമ എപ്പോഴും സംവിധായകൻ്റേതായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു കഥ പറഞ്ഞു തരും, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരും. ചിലപ്പോൾ സ്പോട്ടിലായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ തലേ ദിവസമായിരിക്കും നമ്മളോട് പറയുന്നത്. വൈകുന്നേരം തലേ ദിവസം ഇരിക്കുമ്പോൾ നാളത്തെ സീൻ ഇതാണ്, ക്യാരക്ടർ ഇതാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇതിന് ശേഷം ക്യാരക്ടർ ഇങ്ങനെ മാറും. അപ്പോഴാണ് നമ്മളൊരു ക്യാരക്ടറിനെ അങ്ങനെയാണല്ലേ എന്ന് കരുതുന്നത്. ഒരിക്കലും ഒരു പടത്തിലൊരു മെയിൻ വേഷമാണെന്ന് കരുതിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം. വളരെ നേരത്തെ നമ്മളെ കൊണ്ട് തീരുമാനിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നാൽ നമ്മളതിനെ പ്രിപ്പയർ ചെയ്തിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഒരു ഡയറക്ടർ മുമ്പ് നിന്ന് കൊടുക്കുകയുള്ളൂ. അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ ആ ലെവലിലേക്ക് മാറാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ഞാനിതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ ഞാൻ നിൽക്കാറില്ല, ഞാനങ്ങനെ ചെയ്യാറുമില്ല. എനിക്കിഷ്ടം ഇതാണ്. പുള്ളി പറയുകയാണ് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുക. ഓക്കെ, നമ്മളെടുക്കുന്നൊരു സാധനമുണ്ട്, നമുക്കപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റും. ചേട്ടന് ഒരു രീതിയിലും റിലേറ്റബിൾ അല്ലാത്ത ഒരു ക്യാരക്ടർ വരുവാണ്, ചേട്ടന് കണ്ടുപരിചയമോ ഒന്നുമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വരുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചേട്ടൻ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, 2008 ക്യാരക്ടർ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഒരിക്കലും കടലിൽ പോയിട്ടില്ല. എനിക്ക് കടലിൽ പോകുന്ന ആൾക്കാരായിട്ട് അങ്ങനെ വലിയ ബന്ധവും കാര്യമൊന്നുമില്ല. എനിക്ക് ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകുമ്പോൾ മീൻ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ കടപ്പുറത്ത് വല വലിക്കുന്നവർ കൂടെ നിന്ന് വലിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഈ തമാശക്കൊക്കെ പോയി നിന്ന് വലിക്കാറുണ്ട്, വലിച്ചിട്ടൊക്കെ ഉണ്ട്, അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കടലിലെ ഒരാളെങ്ങനെ അയാളെങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്നോ അയാളുടെ അവസ്ഥ എന്താണെന്നോ അതിനപ്പുറം അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയൊരു ഈ പറഞ്ഞതുപോലെ വലിയൊരു അപ്രീസിയേഷനായിരുന്നു. ഞാൻ ഇതിന് ശേഷം ഈ കമ്മീഷൻ ഓഫീസിലെ ഒരു സ്റ്റാഫ് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമ്പർ തരുമോ എന്ന് ചോദിച്ചു, പുള്ളിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു. പുള്ളി ഒരു ക്യാപ്റ്റനാണ്, ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ കടലിൽ ഇങ്ങനെ ഇത്തിരി സിറ്റുവേഷൻസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചു ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് അത് ചെയ്തത്, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, ഡയറക്ടർ ഇയാളുടെ ഒരു അവസ്ഥ ഇതാണെന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പലവട്ടം
കണ്ടിട്ടുള്ള അവസ്ഥയാണ്. ഞങ്ങളുടെ ഷിപ്പിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ വന്ന് ബോട്ടുകളും വള്ളങ്ങളും പെട്ടു പോകുമ്പോൾ അവരുടെ വെപ്രാളവും അവരുടെ ആ നിസ്സഹായാവസ്ഥയും ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. എനിക്കത് അതുപോലെ ഫീൽ ചെയ്തു, അമ്മാതിരി ഫീൽ തന്നു. എനിക്കത് ഭയങ്കര ഞാൻ ആലോചിക്കുകയും ചെയ്തു. ഞാനത് വൈഫിനോട് പറഞ്ഞു. അതാണ് അവർ സംസാരിച്ചിരുന്നില്ലേന്ന് ചോദിച്ചു. അവർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് കിട്ടിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അവാർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അമ്മാതിരി കാര്യം ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളൊരു കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. ഈ സിനിമയിലും കപ്പൽ ലാസ്റ്റ് ഇടിക്കാൻ പോയതുണ്ട്. അപ്പോൾ ഇയാൾ കിടന്നിട്ട് കപ്പലിനോട് മാറിപ്പോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ആ ഗതികേട്ടോട് പറയണം പോ എന്നൊക്കെ വിളിച്ച് പെരുമാറുന്ന ഒരു ഒരു ആളാണ് ആ സിറ്റുവേഷൻ. അങ്ങനെയാണ് അയാൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഒറിജിനലി ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്നോട് പറയുകയാണ് അയാൾ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇങ്ങനെ പുള്ളി ലൈവ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ആ പുള്ളി പറയണം അമ്മാതിരി അതിന് അത്രയും നാച്ചുറലായിരുന്നു അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കറക്റ്റ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞു കേട്ടോ. പുള്ളി എന്നോട് വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര എനിക്ക് ഹാപ്പി ആയിരുന്നു. ചേട്ടൻ്റെ മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ഏതായിരിക്കും ഈ ഒരു ജേണിയിൽ? പൊതുവായിട്ട് കുറേ പേര് നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 2018 കഴിയുമ്പോൾ ഒത്തിരി പേര് അത് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസായിട്ട് ചിലത് നമ്മൾ കണക്റ്റ് ആകുമ്പോഴത്തേക്കും ചിലർക്കത് കണക്റ്റ് ആകും, ചിലർക്ക് വർക്കാവില്ല. അപ്പോൾ പലരും പല സമയത്തും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോൺ പേയുടെ പരസ്യം കണ്ടിട്ട് മമ്മൂട്ടി സാറ് നന്നായിരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു അദ്ദേഹമായിട്ടൊരു പേഴ്സണലി അദ്ദേഹമായിട്ടൊരു ബന്ധം എനിക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പറ്റുന്നത് അവിടെയാണ്. ഇത് പരസ്യം കണ്ടിട്ട് ഹനീഫ് അദേനിയുണ്ട്, ഗ്രേറ്റ് ഫാദറിൻ്റെയൊക്കെ ഡയറക്ടർ, മാർക്കോയുടെയൊക്കെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചതാണ് സാറിന് നീ അയച്ചു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഇല്ല, എനിക്കറിയില്ല, നമ്മൾ അടുത്ത് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് അയച്ചു കൊടുക്കുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ആദ്യമായിട്ട് തന്നെ മെസ്സേജ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാര്യം അതിനപ്പുറമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്, അല്ലേ? മമ്മൂട്ടി സാറിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെജൻസ്, ഇപ്പം ലാൽ സാറിനെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതെ ഇവരുടെ കൂടെയൊക്കെ. പിന്നെ അതുപോലെ ദിലീപേട്ടൻ ഇതുപോലെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെടുന്നു. എന്നോട് പറഞ്ഞത് നിന്നെ അറിഞ്ഞുകൂടാത്ത ആരാ, ടി വി വെച്ചാലും തിയേറ്ററിൽ ചെന്നാലും നിൻ്റെ മുഖമാണല്ലോ കാണുന്നത്. എന്നിട്ട് പറഞ്ഞു നീ 2018 നന്നായിട്ട് ചെയ്തു കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവരൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഡ്യൂറിങ് ഈ ഒരു ഫേസ്? ജോബ് ചേട്ടൻ ലീവൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനാണെങ്കിലും കരിയർ ജേർണി ഈ ഒരു റൂട്ടിലോട്ട് പോകുമ്പോഴാണ് ചേട്ടൻ്റെ അവൈലബിലിറ്റി ഒബ്വിയസ്ലി ഇഷ്യൂ ആവാറുണ്ടല്ലോ. ഇഷ്യൂ ആവുന്നതല്ല, പണ്ട് മുതലേ ഇപ്പം ഈ പറഞ്ഞ പോലെ വൈഫൊക്കെ നന്നായിട്ട് സിനിമ കണ്ട് ആസ്വദിക്കുന്ന ആളാണ്, ഒരു മീഡിയ പേഴ്സണാണ്. സോ പക്ഷേ അവർ സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഭ്രാന്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കായിരുന്നില്ല എന്ന് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാക്കാരൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില നേരങ്ങളിൽ ഇപ്പോൾ എത്ര സ്നേഹമുണ്ട് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ചില നേരങ്ങളിൽ ഇവർക്കൊക്കെ നമ്മളെ ഡിമാൻഡ് ചെയ്യുന്ന ചില അവസരങ്ങൾ വരും കുടുംബത്തിലെ പല കാര്യങ്ങൾക്കും. പക്ഷെ നമ്മുടെ ഒരു ഈ പറഞ്ഞ പാഷൻ്റെ പുറകെയുള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആബ്സെൻ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. അത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ജോലിയില്ല, ശമ്പളവും ഇല്ല, സിനിമയില്ല നിൽക്കണൊക്കെ സമയമൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും അവിടെ ഇവിടെയും തൊടാതെയൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടില്ല എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് കേൾക്കുന്ന അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാക്കാരനും അനുഭവിക്കുന്നൊരവസ്ഥ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും സപ്പോർട്ടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതിൽ ഒരു പ്രൗഡുള്ള ആൾ തന്നെയാണ് എൻ്റെ വീട്ടുകാരൊക്കെ, എൻ്റെ വൈഫായാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും ഒക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമാക്കാരൻ്റെയും ഇപ്പോൾ എല്ലാവരും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് തുറന്നു പറയുന്നതിൽ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില നേരങ്ങളിൽ ഒരു പണിയില്ലായിരിക്കും നമ്മളിനി എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി, ശമ്പളവും ഇല്ല, കയ്യിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്ന അവസരങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാനായാലും ആരായാലും ചില നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പണിക്ക് വയ്ക്കൂടെ എന്ന് ചില നോട്ടങ്ങളിലൂടെ തന്നെ എല്ലാവരും നോക്കുമ്പോൾ മനസ്സിലാവില്ലേ, അതല്ലേ ആ പറഞ്ഞത് എന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരില്ലേ, അങ്ങനെയല്ലേ എന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കണം.
നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ബാലൻസ് ചെയ്ത് പോയാൽ മതി.